ഹായ് ഹലോ എവറി വൺ. ഇന്ന് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് പഠിക്കാം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഓവർഹെഡ്സ് പ്രൊഡക്ട്സിലേക്ക് നേരിട്ട് അസൈൻ ചെയ്യുന്നതിന് പകരം ആദ്യം ആക്ടിവിറ്റീസിലേക്ക് അസൈൻ ചെയ്ത് ആക്ടിവിറ്റീസ് വഴി പ്രൊഡക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന്റെ മെയിൻ പർപ്പസ് എന്താണ്? കോസ്റ്റ് അലോക്കേഷന്റെ അക്യുറസി കൂട്ടുക എന്നുള്ളതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിലെ ചില കീ ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് എന്താ വരുന്നത്? ആക്ടിവിറ്റി. കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഇവന്റിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിഷൻ സെറ്റപ്പ് കോസ്റ്റ്, ക്വാളിറ്റി ചെക്ക്, ഇതൊക്കെ ആക്ടിവിറ്റിക്കുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തത് കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് മെഷർ ചെയ്യേണ്ട ഐറ്റം, എക്സാമ്പിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് ഡ്രൈവർ. ആക്ടിവിറ്റിയുടെ കോസ്റ്റ് മാറ്റാൻ കാരണമായ ഫാക്ടർ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ഡ്രൈവർ ആണ്. ഏതൊക്കെയാണ്? റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവറും ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവേഴ്സും ഉണ്ട്. അടുത്തത് വരുന്നത് കോസ്റ്റ് പൂൾ. ഒരേ കോസ്റ്റ് എഫക്റ്റ് ഉള്ള കോസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന കോസ്റ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പൂളാണ് എന്ത്? കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗും ട്രഡീഷണൽ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ട്രഡീഷണൽ കോസ്റ്റിംഗിൽ അലോക്കേഷൻ ബേസ് എന്ന് പറയുന്നത് സിംഗിൾ ബേസ് ആയിരിക്കും. അതായത് ലേബർ അവേഴ്സ് അല്ലെങ്കിൽ മിഷൻ അവേഴ്സിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? അലോക്കേഷൻ ചെയ്യുന്നത്. ABC കോസ്റ്റിംഗിൽ ABC മെത്തേഡ് ആണെന്നുണ്ടെങ്കിലോ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സിന്റെ ബേസിസിലായിരിക്കും എന്ത്? കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് സെന്റേഴ്സിനെയാണ് ട്രഡീഷണൽ കോസ്റ്റിംഗ്. പക്ഷെ ABC മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അക്യുറസി ട്രഡീഷണൽ കോസ്റ്റിംഗിൽ ലോ ആയിരിക്കും, പക്ഷെ ABC മെത്തേഡിൽ അക്യുറസി കൂടുതലായിരിക്കും. നോൺ വാല്യൂ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ABC മെത്തേഡിൽ സാധിക്കും, പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ അത് സാധിക്കില്ല. അടുത്തത് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ABC. ഏതൊക്കെ ലെവൽസ് ആണ് ഉള്ളത്? യൂണിറ്റ് ലെവൽ, ബാച്ച് ലെവൽ, പ്രൊഡക്റ്റ് ലെവൽ, ഫെസിലിറ്റി ലെവൽ. ഇതൊക്കെ ഓരോന്നും എന്താണ് പറയുന്നത്? യൂണിറ്റ് ലെവൽ പറഞ്ഞാൽ ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ്, അതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യും? കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഈ മെറ്റീരിയൽസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് ബാച്ച് ലെവൽ. ഓരോ ബാച്ചിനും വൺസ് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ബാച്ച് ലെവൽ കോസ്റ്റിൽ വരുന്നത്. അടുത്തത് പ്രൊഡക്റ്റ് ലെവൽ കോസ്റ്റിൽ എന്താണ് വരുന്നത്? സ്പെസിഫിക് പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്? പ്രൊഡക്റ്റ് ലെവൽ കോസ്റ്റിൽ പറയുന്നത്. അടുത്തത് ഫെസിലിറ്റി ലെവൽ. എൻറ്റയർ പ്ലാന്റ് സസ്റ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്, ഉദാഹരണം ഫാക്ടറി റെന്റ്. ഈ ഫാക്ടറി റെന്റ് എല്ലാ എൻറ്റയർ പ്ലാന്റിന്റെ ആവശ്യത്തിനും വേണ്ടി ഇൻകർ ചെയ്യുന്ന ഒരു കോസ്റ്റ് ആണ്. നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ ഇംപ്ലിമെന്റിങ് ABC. ആദ്യം നമ്മൾ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ റിലേറ്റ് ദ ഓവർഹെഡ് ടു ആക്ടിവിറ്റീസ്. ഓവർഹെഡ്സിനെ ആക്ടിവിറ്റീസിലോട്ട് റിലേറ്റ് ചെയ്യുന്നു, എന്നിട്ടൊരു കോസ്റ്റ് പൂൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? ഓരോ കോസ്റ്റ് ഡ്രൈവേഴ്സും നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അതിനുശേഷം ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം allocate the cost to products based on driver usage. ഈ കോസ്റ്റ് ഡ്രൈവറിന്റെ യൂസിനനുസരിച്ചിട്ട് കോസ്റ്റിനെ പ്രൊഡക്ട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അക്യുറേറ്റ് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിംഗിൽ കുറച്ചും കൂടി അക്യുറസി ഉണ്ടാവുന്നു. അതേപോലെ പ്രൈസിംഗ് ഡിസിഷന് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കോസ്റ്റസ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിലൂടെ ബെറ്റർ പ്രൈസിംഗ് ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നു. അതേപോലെ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കോസ്റ്റ് കൺട്രോളിൽ വരുന്ന ഏരിയാസ് എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്നപോലെ ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് ട്രഡീഷണൽ കോസ്റ്റിങ്ങിനെക്കാട്ടിലും അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്.
അതിലൊന്നാണ് ഹൈ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്. ഇങ്ങനെ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് വളരെ വലുതായിരിക്കും. അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത്യാവശ്യം കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ ഫേംസിനൊന്നും ഈ ABC മെത്തേഡ് സ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളത് ഇല്ല. പിന്നെ അതേപോലെ ചില സാഹചര്യങ്ങളിൽ കറക്റ്റ് കോസ്റ്റ് ഡ്രൈവേഴ്സിനെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആപ്ലിക്കേഷൻ ഓഫ് ABC. ABCയുടെ കുറച്ച് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ABC കൊണ്ട് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് പ്രൈസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ABC മെത്തേഡ് യൂസ് ചെയ്യാം. പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാനായിട്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, അതേപോലെ റിസോഴ്സസ് അലോക്കേഷനുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ABC മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ABC മെത്തേഡ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റിൽ എങ്ങനെയായിരിക്കും യൂസ്ഫുൾ? ABC ഡാറ്റ യൂസ് ചെയ്ത് ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കസ്റ്റമറിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് പ്ലസ് പെർഫോമൻസ് മെഷർമെന്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗിലാണെങ്കിലോ ബഡ്ജറ്റ് ആക്ടിവിറ്റീസും റിക്വയർഡ് റിസോഴ്സസും എന്താണെന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിലുള്ള റീവർക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.